സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുള്ളത്. മേളം കഫേനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുറച്ച് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂറിലുള്ളത്. ഇതാണ് കഫേ. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ലാലേട്ടൻ്റെ തിയേറ്റർ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. ഇവിടെ കുറേ നമ്മുടെ ചായ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഷിയാസാണ് നമ്മുടെ ചായ കൊണ്ടിരുന്നത്. താങ്ക് യു ഷിയാസ്. ചായ കുടിച്ച് സംസാരിക്കും. ഇതൊരു വെറൈറ്റി ചായയാണ് കേട്ടോ. സ്കൂട്ടിയിലൊക്കെ മറ്റേ കുറച്ച് കുഴപ്പമില്ലാത്ത അതേപോലത്തെ പക്ഷേ എല്ലായിടത്തും പോലീസ് പാർക്കിങ്, നോ പാർക്കിങ്. നമുക്ക് പൈസ കൊടുത്ത് അപ്പുറത്ത് വണ്ടി വയ്ക്കുന്നത്. ഷിയാസോടെ പേയ്മെന്റ് ഉണ്ട് കേട്ടോ ചേട്ടാ. ഇവിടെ ഒരുപാട് വെറൈറ്റി കടികളൊക്കെ ഉണ്ട്. ഷിയാസിനൊരു ഹെൽമെറ്റ് വാങ്ങാൻ പോകണം. നമ്മൾ ഷിയാസിന് ഹെൽമെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. അതാണ് ഷിയാസ്. അപ്പൊ നമുക്ക് ഹെൽമെറ്റ് വാങ്ങാൻ പോവാം. വണ്ടി എടുക്കും. നമ്മൾ ഹെൽമെറ്റ് വാങ്ങാൻ പോകുന്നത് വാണിംകുളത്ത് ഒരു കടയൊക്കെയാണ് കേട്ടോ. അപ്പൊ അവിടുന്ന് കാണാം. നമ്മൾ പോണ വഴിയാണ് കേട്ടോ. ഈ കോനത്തറയ്ക്ക് എത്രയുടെ പിന്നെ 2 പാടങ്ങളുടെ നടുവിലാണ് ഈ റോഡുള്ളത് കേട്ടോ. നല്ല രസമാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് വാങ്ങാൻ ഷോപ്പിലെത്തി കേട്ടോ. ഇതാണ് നമ്മൾ ഹെൽമെറ്റ് വാങ്ങാൻ പോണ ഷോപ്പ്. ഇവിടുന്നാണ് നമ്മൾ പിന്നെ ഹെൽമെറ്റ് വാങ്ങുന്നത് കേട്ടോ. ഷോപ്പ് ഞാൻ കുറച്ച് പിന്നിന്ന് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. വാണിയംകുളത്താണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. ഹെൽമെറ്റ്, വണ്ടിയുടെ എല്ലാ ആക്സസറീസും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഹെൽമെറ്റ് പോയിട്ട് നോക്കി നോക്കാം. ഇവിടെ കളക്ഷൻ കുറവായതുകൊണ്ട് ഞങ്ങൾ വേറെ കടയ്ക്ക് പോകാൻ നിൽക്കാൻ. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച കളക്ഷൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മളെങ്ങോട്ട് കൊണ്ട് വടക്കാഞ്ചേരിക്കല്ലേ, വടക്കാഞ്ചേരിക്ക് കൊണ്ടോ. അപ്പോൾ വടക്കാഞ്ചേരിക്ക് പോവാം. അപ്പോൾ നമ്മൾ അടുത്ത ഷോപ്പിൽ ഇവിടുത്തെ ഹെൽമെറ്റ് നോക്കി നോക്കാം. ഇവിടെയും കളക്ഷൻ കുറവാണ്. എന്നാലും നോക്കിയിട്ട് നമുക്ക് പിന്നൊരു ഷോപ്പുള്ളത് വടക്കാഞ്ചേരിയിലാണ്. വടക്കാഞ്ചേരിക്ക് കൊണ്ടുവരും. ഷിയാസ് അവസാനം ഒരു ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട്. ഹെൽമെറ്റ് ഇട്ട് നോക്കുന്നുണ്ടോ? ഹെൽമെറ്റ് ഇഷ്ടപ്പെട്ടില്ല. ഷിയാസിന്റെ കൂട്ടുകാരൻ്റെ ഹെൽമെറ്റ് ഉണ്ട് കൊണ്ട് ഷിയാസ് ഹെൽമെറ്റ് വാങ്ങാതെ നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ 3ാമത്തെ കടയിലേക്കാണ് ഇപ്പോൾ പോണത് കേട്ടോ. നമ്മൾ വീണ്ടും വണ്ടി എടുത്തിട്ട് 3ാമത്തെ കടയിലേക്കാണ് ഇപ്പോൾ പോണത്. പിന്നെ ഹെൽമെറ്റ് ഒന്നും ഇഷ്ടമാണില്ല. നല്ല കളക്ഷൻ കിട്ടും. ഇപ്പോൾ 200 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ട് നമുക്ക് പോവാം. ഇവിടുന്ന് നേരെ പോണത് വടക്കാഞ്ചേരി. ഷിയാസ് അവിടെ ടെൻഷനായിട്ട് വണ്ടി നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് എണ്ണ അടിക്കാൻ കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വണ്ടി നിൽക്കണ്ട. പിന്നെ 100 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ട് പോവാം. ചെറുതുവെച്ച് കളി നടക്കണോണ്ട് തന്നെ ആകെ ബ്ലോക്കാണ് കേട്ടോ. ഈ വണ്ടികളൊക്കെ ആൾക്കാർ റോഡ് സൈഡിലാണ് വെച്ചിട്ടുള്ളത്. കളി നടത്തുന്ന ആൾക്കാർ ഒന്നില്ലെങ്കിൽ പാർക്കിംഗ് സ്പേസ് ഉണ്ടാക്കി വയ്ക്കുക. ഈ ആശുപത്രി ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും ഹെൽമെറ്റ് വാങ്ങാൻ പോവാം. അപ്പം നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഉണ്ടെങ്കിലാണ് പോകാൻ പറ്റുള്ളൂ നമുക്ക്. കാരണം 2 ക്യാമറ ഉണ്ട്. ഇല്ലെങ്കിൽ പോകുന്നിടത്തും വരുന്നിടത്തൊക്കെ ഹെൽമെറ്റ് അടിക്കും. അല്ല, ഹെൽമെറ്റ് അല്ലേ, ക്യാമറ അടിക്കും. അപ്പോൾ ഹെൽമെറ്റ് ഇട്ടിട്ട് പോവാം. അകമല എത്തിയിട്ടുണ്ട്. അകമല ഭയങ്കര സമയം 6 ആയോണ്ട് കേട്ടോ. ഇനി കുറച്ച് ഇരുട്ട് കാണിക്കും. 6 അതുകൊണ്ടാണ്. വേറൊരു വ്യൂ ആണ്. പണിക്കന്മാരൊക്കെ ഉണ്ടോ. ഫേമസ് ആയിട്ടുള്ള അകമല ക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് റെയിൽവേ ട്രാക്കാണ്. ട്രെയിൻ കാണാനില്ലല്ലോ. ഓട്ടോക്കാരുടെ 10 നേരം വണ്ടി ഓടിക്കല് കാണാട്ടോ. ഇവര് 15 ഇട്ടിട്ടാണ് തോന്നുന്നു ഇയാളൊക്കെ ലൈസൻസ് എടുത്തിട്ടുള്ളത്. ഒരു പ്രത്യേക കാര്യമായിട്ടാണ് ആൾ വണ്ടി ഓടിക്കുന്നത്. തട്ടിയാറും മിസ്സിനെ രക്ഷപ്പെട്ടത്. പിന്നെ നമ്മുടെ ഉത്രാളിക്കാവ് അമ്പലമാണ് കേട്ടോ. വെടിക്കെട്ടിൽ ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് അത് കാണുന്നത്.
സമയം ഒരു 6:45 ആവാറുണ്ട് കിട്ടും. അപ്പോൾ ഈ പാലത്തിൻ്റെ അപ്പുറത്താണ് നമ്മൾ അടുത്ത് പോണ ഹെൽമെറ്റിൻ്റെ ഷോപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ എന്തായാലും അവിടെ പോയിട്ട് കാണാം. നമ്മൾ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കിയിട്ട് കിടന്നു ഷോപ്പൊന്ന് കാണാം. ഹെൽമെറ്റ് ഇവിടെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഉണ്ട്, ഹെൽമെറ്റ് ഉണ്ട്. ഇതേ ഉള്ളൂ. ഇപ്രാവശ്യം ഇത്രയും ദൂരം വന്നിട്ട് ഒരു കീ ചെയിനാണ് വാങ്ങിക്കുന്നത്. കുഴപ്പമില്ലാത്ത ഹെൽമെറ്റ് അവിടെ, അത് കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല. ഷാസ കീച്ച എടുക്കാൻ തീരുമാനിച്ചൂലേ? ഷേസ് നിന്റെ മോന്ത് കാണട്ടെ. ഈ കീ ചെയിൻ എടുക്കാൻ